ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. സോ കുറേയായി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട്. ലൈക്ക് ഐ സേ യൂഷ്വലി എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല, എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കും. സോ ഇറ്റ്സ് മൈ ഹബീസ് ബർത്ത്ഡേ. ഞാനൊരു കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. വിശ്വസിക്കാൻ പറ്റുന്നില്ല എത്ര സ്പീഡിന് ഒരു വർഷം കഴിഞ്ഞെന്ന്. സോ വി ഡിസൈഡഡ് വിൽ കട്ട് എ കേക്ക് ഇൻ ദ നൈറ്റ്. പിന്നെ രാവിലെ നമുക്ക് എവിടെയും ട്രിപ്പ് പോകാമെന്ന്. എല്ലാം ലാസ്റ്റ് മിനിറ്റ് പ്ലാൻസ് ആയിരുന്നേ. ജോഡു, look, look. Say hi. So all packed and ready to go. കുറേയായി ഒരു യാത്ര പോയിട്ട് നാട്ടിൽ പോകേണ്ട സമയങ്ങളതൊക്കെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗോഡ് ഹാഡ് അതർ പ്ലാൻസ്. സോ ഇവിടെ എല്ലാം ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. ഇറ്റ്സ് അവർ ആനുവൽ ലീവ് ആഫ്റ്റർ സോ ലോങ്. യാ, hope the children enjoy. നല്ല ക്ലൈമറ്റ്. പോവാണോ നിങ്ങൾ? നടന്നാണോ പോകുന്നത്? യു ഗൈസ് ആർ വാക്കിംഗ്? ജേഡൻ, യു ഗൈസ് ആർ വാക്കിംഗ്? ബൈ, ടാറ്റാ. വിൽ എൻജോയ് ആൻഡ് കം. നേരായി നോക്കിയിരിക്കുന്നു. ആസ് യൂഷ്വൽ പിള്ളേർ രണ്ടും ഉറങ്ങി. നട്ട് റോഡിലാണ്. എന്താ ആരുമില്ല. ആരുമില്ല. എന്താന്നോ ഒരു ബ്രേക്ക് എടുത്തത്. കുറേ നേരം എന്നും പറഞ്ഞ് പോകുന്നു. 3 മണിക്കൂർ ഗൈസ് ഒരു ബീച്ചിൽ പോയി. നമ്മുടെ അവസ്ഥയെ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഇതിൻ്റെ ഒക്കെ വില അറിഞ്ഞു അല്ലേ? എനിക്കറിയായിരുന്നു. ഐ പ്ലേഡ് എ ലോട്ട് ലാസ്റ്റ് ഇയർ നാട്ടിൽ പോയപ്പോൾ. എനിവേ, ഒരാൾക്ക് ബ്രേക്ക് വേണം, ഒരാൾക്ക് ബ്രേക്ക് വേണ്ട. ജോജുന്ന് വണ്ടി ഓടിക്കൊണ്ടിരിക്കണം. സോ ഈ ഏരിയയിൽ ഇപ്പം നോട്ടീസ് ചെയ്ത് ഞാൻ ഇതുവരെ ഒരു ലാമ്പ് പോസ്റ്റ് കണ്ടിട്ടില്ല. പക്ഷെ നല്ല കിടിലം വീടുകൾ എൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. ഇതിപ്പോൾ പക്ക സിനിമയിൽ, ഈ നമ്മൾ ഹൊറർ സിനിമയിലൊക്കെ കാണുന്ന കൊണ്ട് നല്ല കിടിലം വീടും. ബട്ട് ലൈക്ക് നല്ല ഇട്ടന്തൂരത്ത് വേറെ നടക്കല്ലേ. അവിടെ ഒരു ലാമ്പ് പോസ്റ്റൊന്നും കണ്ടിട്ടില്ലല്ലോ. പക്ഷെ നല്ല നല്ല വീടുകളുണ്ട് ഇവിടെ. ഒരു സാമ്പിൾ കാണിക്കാൻ ഉദ്ദേശിച്ച് നല്ല മോഡേൺ കോണ്ടംപററി ഹൗസസ് കണ്ടു. എൻ്റെ ഉള്ളിലൊക്കെ കിടക്കുന്നു. ഇവർക്കൊരു സൂപ്പർ മാർക്കറ്റിൽ പോകണമെങ്കിൽ കണ്ട അതൊക്കെ ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പം ഇവിടെ കുറച്ച് അടുപ്പിച്ചുണ്ട്. സോ ഡയറക്ടർ അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സ് കണ്ട. ദിസ് ഈസ് വാട്ട് ഇംഗ്ലീഷ് സിനിമ ഈസ് അബൌട്ട്. ഇങ്ങനെ കാട്ടിൻ്റെ അകത്ത് വീട് കാണും. അവിടെ ഒന്നൊന്ന് ഒരു സ്റ്റോറി ഉണ്ടാക്കും. കണ്ട ഇതെന്തോ കമേലിയ ലോഡ്ജ്. ഓക്കെ, ട്രാഫിക്. ഓ മൈ ഗോഡ്, ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. He wants the car to be moving.
ഇതൊക്കെ എന്തൊരു ആങ്സൈറ്റി, എങ്ങനെ അടുത്ത ദിവസം പോകും ജീവിക്കുന്നൊക്കെ. പക്ഷേ ഇതൊക്കെ അതിൻ്റെ പാട്ടിൽ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല എങ്ങനെ വളരണം എങ്ങനെയാണെന്ന്. വേണ്ട എല്ലാം ക്രിക്കറ്റായിട്ട്. പക്ഷെ അത് അതൊക്കെ നിൽക്കുന്നുണ്ട്. അത് അതിൻ്റെ രീതിയിൽ ജീവിച്ച് വളർന്ന് ഒരു സമയമാകുമ്പോൾ അതങ്ങ് വീഴുന്നുണ്ട്, ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇറ്റ്സ് സ്റ്റിൽ ഗ്രോയിങ്, ഇറ്റ്സ് ഹെൽത്തി. നമ്മളൊക്കെ എന്ത് ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യത്തിന്. ജീവിതം അങ്ങനെയൊക്കെ പോവല്ലേ യെസ് ആണോ പറ. നാളെ ഞാൻ തന്നെ ഇരുന്ന് കറിയല്ലേ. എന്തോ അല്ലേ, എന്തൊരു ചെറിയ റോഡാ. റേഞ്ച് റവറൊക്കെ വരുന്നു. കുറേ എണ്ണം പാസ്സായി പോയി. നമ്മളെപ്പോൾ പോവാണ്ടോ? റോഡ് ക്ലോഷറായിരിക്കും. അല്ലല്ലോ, നമ്മുടെ ഒരു അവസ്ഥ നോക്ക്. ഏതോ ഒരു നല്ലട റോഡ് ബ്ലോക്ക്, ആകെ ഒരു ചെറിയ വഴിയുണ്ട്. നോക്ക്, ഇവരൊക്കെ നടന്നു പോകുന്നു. ആംബുലൻസ് വലിയ പോകുന്നു. ക്യാമ്പ് സൈറ്റാണ്. എനിക്ക് വയ്യോട്ടോ ഒരു മണിക്കൂർ. 5 hours later. 5 hours later എത്തി ഗൈസ്. 3 മണിക്കൂറിൻ്റെ യാത്രയാണ്, പക്ഷെ ബ്ലോക്ക് കാരണം എത്തി. അങ്ങനെ ജോജോയുടെ ഫസ്റ്റ് ടച്ച് ഡൗൺ ടു ബീച്ച്. ഹാപ്പി ഹാപ്പി. ഓടിക്കളയുന്നു, എനിക്കങ്ങനെ എത്തത്തുമില്ല. ആ ബീച്ച് സെറ്റായിട്ട് നടക്കുന്നു. ജോജോ കളിച്ചേ ഉള്ളു. കൊച്ചി കിക്ക് ചെയ്തപ്പോൾ ഇവിടെ എല്ലാവരും കൂട്ടത്തോടെ ക്ലാപ്പ് അടിച്ചു. അയാൾ മാത്രമേ ക്ലാപ്പ് അടിച്ചു ഗൈസ്, ഞാനും. പോവാ പാവപ്പെട്ട ഒറ്റയ്ക്ക് കിടന്ന് കളിക്കുന്നു. ട്രൈങ് ഇസ് ബെസ്റ്റ്. നമ്മളൊരു ഹോട്ടൽ തപ്പിയാണ് ആക്ച്വലി സ്റ്റേ ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ അയ്യോ ദാ പോണ് ചേടാ. ജോജു ഞാനെന്താ പൊട്ടനാന്ന്. ഓക്കെ ജേഡൻ പോയിക്കോ, കളിച്ചോ. പറവട്ടിയുണ്ടോ? ഞാനുണ്ടേ, ഇതിന്റെ കാവല് നിൽക്കുകയാണ്. എൻജോയിങ്. വെള്ളം കണ്ടപ്പോൾ വിശപ്പെല്ലാം പോയി ഗൈസ്. ഇങ്ങനെ കുളിച്ച് നനഞ്ഞ് അവനിവിടെ അവന് ഡാഡേ മതി. കൊച്ചിയിലെ Bournemouth. Look, Jojo, look.
ഒരാൾക്ക് വിശന്നു, ഒരാൾക്ക് വിശന്നു. ഇനിയിപ്പോൾ ക്ലബ്ബൊക്കെ ഓണം. പാവത്തിന്റെ ബർത്ത്ഡേ കൊയ്യാറോ ഹോയ് കൊയ്യാറോ ഹോയ്. അങ്ങനെ നോക്കി നോക്കി ഒരു ഹോട്ടൽ കിട്ടി ഗൈസ്. ആണല്ലോ ബർത്ത്ഡേ ആയിട്ട്. ഐ ലവ് യു. I love you. 143 എന്ന് പറയും. I for you. ഓക്കെ, ഇപ്പോൾ റൂം കിട്ടി. 2 റൂമായിട്ടാണ് അല്ലേ? ഓ, പാർക്കിംഗ് ആണ് വ്യൂ. ഇവിടെ എന്താ തിരുതി? എന്താണ് ഇവിടെ? ടി വി ഒക്കെ മാറ്റി കാറിനെ കളിച്ച് നല്ല ടയർഡായി. ഇനി ഫുഡ് നോക്കിയാണ്. ഞാൻ നൈസായിട്ട് രാവിലെയുണ്ട്. ഇനി ഒരു റൂമും കൂടി ബുക്ക് ചെയ്തിട്ട് അത് പിന്നെ നോക്കാം. ഇതാണ് അടുത്ത റൂം. ദിസ് ഈസ് ഈവൻ ബിഗർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നലെ രാത്രി ലാസ്റ്റ് മിനിറ്റിന് എന്താ പറയുക, ഒരു റൂമൊക്കെ ബുക്ക് ചെയ്തു. നമ്മളെ പറഞ്ഞാൽ മതി, നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഇത് കിട്ടി. ഓക്കെ, വി സെർച്ച് ഫോർ സോ ലോങ്. അങ്ങനെ അത് കിട്ടി. ഓക്കെ, ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ബേസിക്കായിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. ഫാനൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ഭയങ്കര ചൂടൊക്കെ ആയിരുന്നേ, പക്ഷേ ഫാനൊക്കെ ഉണ്ടായിരുന്നു. ബേസിക്കായിട്ടുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മുൻ ദൈവമേ, ഇന്ന് രാവിലെ ഒന്ന് കക്കൂസി പോയതാ. നമ്മൾ മോർണിംഗ് പല്ലൊക്കെ തേച്ച് നമ്മളൊന്ന് യൂഷ്വലായിട്ട് റുട്ടീനുണ്ടല്ലോ. എൻ്റെ മുൻ ദൈവമേ, ആ ടോയ്ലറ്റ് ഞാൻ ആ റൂമിൽ പോകുമ്പോൾ 2 റൂമെല്ലാം എടുത്തത്. അതായത് ദേ കുഡ് ഓൺലി ബുക്ക് 2. ഓക്കെ, ബിക്കോസ് നമ്മൾ 4 പേരുള്ളതുകൊണ്ട് അവർക്ക് 2 ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഭാഗ്യം അത് ദൈവം ഉണ്ടെന്നൊക്കെ ചില സമയത്തുണ്ടല്ലോ. ചെറിയ കാര്യങ്ങളായിരിക്കും. ചെറുതെന്ന് പറഞ്ഞാൽ ഈവൻ ഇഫ് ഇറ്റ്സ് എ സ്മോൾ തിങ്, ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളായിരിക്കും, പക്ഷേ ചില സമയത്ത് ഭയങ്കര വാല്യൂ ആയിരിക്കും ആ ചെറിയ ഒരു കാര്യം. ഓക്കെ, ലൈക്ക് ഇപ്പോൾ തന്നെ മോർണിംഗ് ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് ഞാൻ ആ മുറിയിൽ പോയി. ഓ മൈ ഗോഡ്, ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അവിടുത്തെ എഞ്ചിനീയർ എനിക്ക് കൈ കിട്ടി. ആ ടോയ്ലറ്റ് ഉണ്ടാക്കിയ എഞ്ചിനീയർ എനിക്ക് കൈ കിട്ടി. എനിക്ക് കാശുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ ചോദിച്ചാൽ മോനെ ഇനി ഒന്നും ഉണ്ടാക്കില്ല, മതിനി ഉണ്ടാക്കിയതെന്ന്. ഐ വാസ് ലിറ്ററലി, ഞാൻ ഇത് കാണിച്ചു തരാം ഹൗ ഐ വാസ് ആൻഡ് ഹൗ ഇസ് ദാറ്റ് ടോയ്ലറ്റ്. എനിക്കെന്തോ ഭാഗ്യത്തിന് ഓർമ്മ വന്നോ വേറെ ടോയ്ലറ്റ് ഉണ്ട്. സോ ഐ സോ ദിസ് ടോയ്ലറ്റ് ഫസ്റ്റ് ഇറ്റ്സ് ഇന്നലെ. നമ്മളെല്ലാം ആ മറ്റു മുറിയിലാണ് കിടന്നു, ബിക്കോസ് ഇറ്റ് ഇസ് റിയലി സ്പേഷ്യസ്. ഓടി കളിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഐ കെയിം ടു ദിസ് ടോയ്ലറ്റ് ആൻഡ് ഞാൻ അപ്പോൾ അത് കാണിക്കുന്നില്ല. ബട്ട് യെസ്, ഐ കുഡ് ഡു. വിശാലമായിട്ട് ഞാനിവിടെ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഇവിടെ നിൽക്കുന്നത്. ബട്ട് തിങ് ഈസ്, ഈ ടോയ്ലറ്റ് ആയാലും ഐ ഡോണ്ട് നോ ഹൗ ദീസ് പീപ്പിൾ മേക്ക് ദ ടോയ്ലറ്റ് ഹിയർ. ഓ മൈ ഗോഡ്, ഇവിടെ മീൻസ് ലൈക്ക് വലിയ ആൾക്കാർക്ക് വന്ന് എങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ തല ഇടിക്കും, മറ്റേ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ അപ്പുറത്തെ കൈയും കാലൊക്കെ ഇടിക്കും. ബട്ട് ഇനി ഐ ഗോട്ട് മൈ ജോബ് ഡൺ. ഐ ഡോണ്ട് വാണ്ട് ടു ഷോ ഇറ്റ്. സോ മെസ്സി അത്രയും പ്രശ്നമില്ല. സോ ഇറ്റ്സ് മച്ച് ബെറ്റർ. ഓക്കെ, എനിവേ യാ, ഷവറൊക്കെ മീൻസ് ഹെഡൊന്നും ചെയ്തില്ല. നമ്മൾ വീണ്ടും ബീച്ചിൽ പോകും ആൻഡ് ദെൻ സെക്കൻഡ് കുളി അറ്റ് ഹോം. ഓ മൈ ഗോഡ്, ചില സമയത്തുണ്ടല്ലോ യു നോ ഹൗ ആ ഒരു വാല്യൂ ചില കാര്യങ്ങളൊക്കെ. നമ്മുടെ വീടൊക്കെ ദോ ഇറ്റ്സ് സോ മെസ്സി, നൗ ഐ ഫീൽ ഇറ്റ്സ് ഹെവൻ. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഇറ്റ് ലുക്ക് വെരി മെസ്സി. ഓക്കെ, നമ്മൾ ഗസ്റ്റിന് ആരും ഇൻവൈറ്റ് ചെയ്തില്ല, ബിക്കോസ് സെക്കൻഡ് ബേബി വന്ന ശേഷം ഹൗ ദ യൂഷ്വലി ഹൗസസ്. പിന്നെ നമ്മൾ ജോലിക്ക് പോകുന്നു, ടൈമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ബേസിക് ക്ലീനിങ് ഒക്കെ നടക്കും. ഡീപ്പ് ക്ലീനിങ് ആയിട്ടൊന്നും നടക്കത്തില്ല. എന്നാലും ഐ ട്രൈ മൈ ബെസ്റ്റ്. മൈ ഹസ്ബൻഡ് ട്രൈസ് മൈ ബെസ്റ്റ്. മൈ ഫസ്റ്റ് ആൻഡ് ഓൾസോ ട്രൈസ് ബെസ്റ്റ്.
ബട്ട് ഓ മൈ ഗോഡ്, ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അയ്യോ നമ്മൾ ഈ വീടിനല്ല കുറ്റം പറഞ്ഞ് അയ്യോ പൊന്നാണെന്ന് വിചാരിക്കും. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് മൈ ഹൗസ് ഇസ് ഐ ഹാവ് ലോഡ് ഓഫ് തിങ്സ് ഇൻ മൈ ഹൗസ്. വി ഹാവ് എ ലോഡ് ഓഫ് തിങ്സ്. ബട്ട് നൗ ഐ നോ യു ആസ്ക് മീ എനിത്തിങ് ഇറ്റ്സ് ദർ ഇൻ ദ റീച്ച് ഓഫ് മൈ ഹാൻഡ്. സോ ഐ എം സോ പ്രൗഡ് ഓഫ് ദാറ്റ് നൗ. ഇന്നലെ തന്നെ എനിക്ക് കൊച്ചിൻ്റെ വൈബ്സ് തപ്പാൻ ഐ ഡോണ്ട് നോ വിച്ച് ബാഗ് ഐ കെപ്റ്റ് ഇറ്റ് ഇൻ. ആൻഡ് ഇവിടെ ഒരു ടിഷ്യൂ, പിന്നെ നമ്മുടെ സ്ലിപ്പർ. നമ്മൾ സി ദിസ് ഇസ് ദ മോസ്റ്റ് ബേസിക് ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്ത് നമ്മുടെ മിസ്റ്റേക്ക് ബിക്കോസ് വി ഡിഡ്ന്റ് ഗെറ്റ് ടൈം ടു ചെക്ക്. നമുക്ക് ആനുവൽ ലീവ് വരുന്നു, കുറച്ച് പ്രശ്നങ്ങൾ വരുന്നു, ആൻഡ് വി നീഡ് എ വെക്കേഷൻ വെരി ബാഡ്ലി. എവറിത്തിങ് ഹാപ്പൻ ടുഗദർ. സോ വി ഡിഡ് ദിസ്. ഓക്കെ, ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു, നമുക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതൊന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഇറങ്ങി. ഓക്കെ, സോ ടിഷ്യൂ പേപ്പർ, സ്ലിപ്പർ, പിന്നെ ബേസിക് തിങ്സ്. പിന്നെ അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഗൈസ്, യു കെയിൽ ഹോസ് പൈപ്പ് ഒന്നും ഇല്ല. ഹോസ് പൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ ജെറ്റ് പൈപ്പ് ഉണ്ടല്ലോ നാട്ടിൽ ഉപയോഗിക്കുന്നത്. സോ ബട്ട് താങ്ക്ഫുള്ളി നമ്മളെപ്പോഴും ഒരു മഗ്ഗും സോപ്പൊക്കെ കരുതും. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ടവൽസ്, പിന്നെ ഇഫ് യു ക്യാൻ ക്യാരി എ സ്ലിപ്പർ ലൈക്ക് റൂമിൻ്റെ അകത്ത് അല്ലെങ്കിൽ ടോയ്ലറ്റിനകത്ത് നടക്കുമ്പോൾ ഒരു സ്ലിപ്പർ, അത് നമ്മൾ ക്യാരി ചെയ്തില്ല. യൂഷ്വലി ഐ ടേക്ക് ഇറ്റ് എവറി ടൈം. ബട്ട് ദിസ് ടൈം എൻ്റെ കോലല്ല ഒരു മാതിരി ബിക്കോസ് ഇന്നലെ ബീച്ചിൽ ഇറങ്ങിയില്ല മീൻസ് വെള്ളം തെറിച്ചു, സോൾട്ട് വാട്ടർ. എനിവേ പ്രോപ്പറായിട്ട് വീട്ടിൽ പോയി കുളിക്കും. ഐ മിസ് മൈ ഹൗസ്, ഐ ലവ് മൈ ഹൗസ്, ഐ ഡോണ്ട് കെയർ ഹൗ ടെറിബിൾ ഇറ്റ് ഇസ്. എനിവേ ഓക്കെ, അപ്പം ഞാൻ പോയി ടോയ്ലറ്റ് അടിച്ച് തരാം കേട്ടോ. ഭയങ്കര കോമഡിയാണ്. മഗ് അല്ലെങ്കിൽ സംതിങ് ദാറ്റ് യു വോണ്ട് ടു ഡു യുവർ ബേസിക് വാഷിങ് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ് എപ്പോഴും കരുതി വെക്കും, എസ്പെഷ്യലി ലേഡീസ്. നമ്മളാണല്ലോ എല്ലാം പാക്കിങ് ഫസ്റ്റ് നിൽക്കുന്നത്. ഐ എം നോട്ട് സെയിങ് മെൻ ഡസൻ ഡു, ഐ എം ജസ്റ്റ് സെയിങ് ലൈക്ക് എല്ലാത്തിനും നമ്മളങ്ങ് ഫ്രണ്ടിലങ്ങ് ചാടി നിൽക്കുക. ഐ ഡോണ്ട് നോ ഫോർ വാട്ട്, വി ആർ ജസ്റ്റ് ബോൺ ലൈക്ക് ദാറ്റ്. ഓക്കെ, എനിവേസ് കം ലെറ്റ്സ് ഗോ ടു ദ റെസ്റ്റ് ഓഫ് ദ ഡേ. വിൽ സീ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. ഇപ്പോൾ റൂം 123 ഇത് 143 ഇതൊക്കെയാണ് വീട്ടിൽ പാർക്കിംഗ്. അപ്പുറത്ത് അതൊക്കെ തന്നെ, പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല. സോ ബേസിക്കലി ഈ മുറിയിലാണ് ഞാൻ പോയത്. ഇവിടെ നിന്ന് നേരെ പോയ മറ്റു മുറിയിൽ ഇതൊക്കെ ആയി 3. ഇതായിരുന്നല്ലോ. കൺഫ്യൂഷൻ വരും, അവിടെയാണ് ഇവിടെയാണ്. അതല്ല ദേ സൈഡ് ലൈക്ക് മാക്സിമം ക്ലോസ് ആയിട്ടുള്ള മുറിയാണ്. എങ്ങനെയൊക്കെ ചെയ്യാം. അയ്യോ അതാ വീട്. ഞാൻ പറഞ്ഞ ടോയ്ലറ്റ് വേണ്ട. ആ തട്ട് എന്തിനാണ്? ആ തട്ട് എന്താ ആദ്യം ഇരിക്കുമ്പോൾ ഓ മൈ ഗോഡ്, ഐ ഡോണ്ട് നോ ഹൗ പീപ്പിൾ സിറ്റ് ദേർ. ഭയങ്കര ഇറ്റ്സ് വെരി സ്മോൾ ഏരിയ. ജസ്റ്റ് ഇമാജിൻ ഒരു വലിയ മനുഷ്യനോട് ഇരിക്കുമ്പോൾ എനിക്ക് തന്നെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ഡോഗിനെ പോലെ ആയിരുന്നു ഇരുന്ന ഗൈസ്. പുല്ലിൻ്റെ പകരം സ്ലാബാന്നേ ഉള്ളൂ. എന്തിനാ സ്ലാബ് വെച്ചെന്ന് എന്ത് ഉദ്ദേശം ഒരു പിടുത്തില്ല. അതോടെ ഞാൻ മറ്റൊരു റൂമിലോട്ട് ഓടി. ഞാൻ വിശാലമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഞാൻ കുളിച്ചു, എൻ്റെ എല്ലാ കാര്യങ്ങളും തീർത്തു. ആൻഡ് ദാറ്റ് ടൈം ഐ റിയലൈസ്ഡ് ഓ മൈ ഗോഡ്, ഐ മിസ് മൈ ഹൗസ്. ഇതാണ് മോർണിംഗ് കോഫി. ബീച്ചോ? ഓ അയ്യേ, അതെന്തോ? നമുക്കും കിട്ടിയില്ല ഒരു നൈസായിട്ടുള്ള വ്യൂ. ബീച്ച്. ഈ കുറുക്കൻ കെട്ടവൻ എന്താ ചെയ്യാ? ജുജു എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുക. പിടിക്കുന്നു, വലിക്കുന്നു. വളരെ ഫോണ്ടാണ് ഗൈസ്. ഞാൻ അശ്വൻ പറഞ്ഞപ്പോഴൊക്കെ മനസ്സിലായി. ലോട്ടസ് ഉണ്ടാ? എന്തോ ഉണ്ട് ഇവിടെ. അങ്ങനെ പോവാണ് ഗൈസ്. നല്ലതായിരുന്നു. സോ ലീവിങ് മെജോറിറ്റി വോട്ട് സേസ് മതി, നമുക്കിനിയും പോകാമെന്ന്. പയ്യെ ഇനിയും പോയി ഡ്രസ്സൊക്കെ മാറ്റാൻ. ബട്ട് ഇന്നലെ എൻജോയ് ചെയ്തുകൊണ്ട് നല്ലതായിപ്പോയി. പിന്നെ ഇറ്റ് വാസ് ഗുഡ്. ഓക്കെ, സോ ലെറ്റ്സ് സീ വാട്ട്സ് ഹാപ്പനിങ് നെക്സ്റ്റ്. ഇനിയും ഫുഡ് കഴിച്ച് വീട്ടിൽ പോവാം. ദാറ്റ്സ് ഓൾ. ബൈ ബൈ. ഓക്കെ, ബാക്ക് ടു റിയാലിറ്റി. എനിക്ക് പോകണ്ട. ബൈ. റിയാലിറ്റിക്ക് പോകണ്ട, എനിക്ക് പോകണ്ട. നല്ല കൊഴിച്ച് എൻ്റെ കറിച്ചിൽ ഷെയ്ഡ്സ് വെച്ച് മറക്കിട്ടെ ഞാൻ. ഞാൻ ബാക്കി ഇരിക്കുക.
ഷടാ. പിള്ളേർ എത്ര നോട്ടിയായാലും ഉറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നുമല്ലേ? കണ്ട് കുട്ടി എണിക്കടാ എണിക്കടാ. ഇവിടൊക്കെ ആ ലൈനിലൊക്കെ ഇന്ത്യൻ ഷോപ്സ് എന്തൊക്കെയുണ്ട്. ഏതാ? കബാബ്. കബാബ് ഇന്ത്യൻ അല്ലല്ലോ, ഐ മീൻറ്റ് റെസ്റ്റോറൻറ്റ്സ് ഇന്ത്യൻസിനുണ്ട്. പിന്നെ കബാബ് പല പല കോണ്ടിനെൻറ്റ്സ്. അതെന്താ പറയുക? എല്ലാം മറന്നു. പല ഡിഷിന് എന്താ പറയുക? ഓ ഇന്റർനാഷണൽ വെച്ച് എന്താന്ന് പറയും? കമന്റ് ബിലോ ഗൈസ്. അങ്ങനെയാണ് കമന്റ് ഇട്ടിട്ടെന്ന്. വൺ ഓഫ് ദിസ് ഇതൊക്കെ യൂണിവേഴ്സിറ്റി ബിൽഡിംഗ് ആയിരിക്കുമല്ലേ? അതാ ഈ സംഭവം. ഈ യൂണിവേഴ്സിറ്റിയിലാണ് എനിക്ക് ഫസ്റ്റ് ഇൻവിറ്റേഷൻ കിട്ടിയത്. ബട്ട് ബൈ ദെൻ വേറെ എന്തോ പെൻഡിങ് ആയതുകൊണ്ട് ഐ ഹാഡ് ടു ആക്സെപ്റ്റ് ദ ഓഫർ ഫ്രം ഷെഫീൽഡ്. അങ്ങനെ ഞാൻ അവിടെയാണ് പഠിച്ചത് ഗൈസ്. ഓ ഇവിടെ ആയിരുന്നെങ്കിൽ ഫുൾ ടൈം നമ്മൾ ബീച്ചിലായന്. അവിടെ ആ ബി യു കണ്ടില്ലല്ലോ, ബോൺമോത്ത് യൂണിവേഴ്സിറ്റിയുടെ സിമ്പിള്. ഈ കോണൽ ഇത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ദിസ് ബോൺമോത്ത് യൂണിവേഴ്സിറ്റി കണ്ട. ഇവിടെയാണ് ഞാൻ വരായിരുന്നത്. പക്ഷെ ഞാൻ എവിടെ പോയി? അവിടെ പോയി ഷെഫീൽഡിൽ. ഓക്കെ.